ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓവൻ ഇല്ലാതെ കുക്കറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്തിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചൂടുള്ള പാലും എടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് ഈ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ കുറച്ച് നേരം ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള ബട്ടറാണ്. ചൂടുപാലിലേക്ക് ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഇവിടെ ഞാൻ 2 മുട്ടയാണ് ചേർക്കുന്നത്. ഈ മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയെക്കാട്ടും കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് തന്നെ എടുക്കാവുന്നതാണ്. ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റാക്കി എടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതി. ഇപ്പം നന്നായിട്ട് മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ചേർത്തിട്ടുള്ള പാല് നന്നായിട്ട് ബട്ടർ ഈ പാലിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പകുതി വീതം 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.25 കപ്പ് വീറ്റ് ഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് ഓവർ മിക്സ് ചെയ്തെടുക്കേണ്ട. ഒരു തടിയുടെ ഒരു തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതേപോലെയുള്ള ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 2-3 തവണയായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുക്കറൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടായി വന്നിട്ട് ഇത് ഒരു ഫ്രൈങ് പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുക്കർ വയ്ക്കാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 3.5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. ഒന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. വിസിൽ മാറ്റിയിട്ടുണ്ട്. വിസിൽ മാറ്റിയിട്ട് വാഷറൊന്നും മാറ്റിയിട്ടില്ല. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ നിന്നൊക്കെ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇതിനി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. സ്ക്യൂവർ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. സൈഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് വരും. ഒരു കത്തി വല്ലതും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് വിടുവിച്ചിട്ട് ഒരു വയറാക്കിൻ്റെ മുകളിലേക്ക് വെച്ച് ചൂട് പോകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടോ കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഈ കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.